ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ചിക്കൻ മുഴുവനായി നല്ല മസാലയോട് കൂടി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ചിക്കൻ മുഴുവനായി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വര ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 3 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. പുളിയോടുള്ള തൈരാണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ചിക്കനിലേക്ക് മുഴുവനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കനിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാല ഒക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഈ ഒരു കാലിൻ്റെ ഈ അറ്റം മുതൽ ഈ ഒരു ആകം വരെ ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഈ ഒരു ചിക്കൻ നമുക്ക് ഈ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല എല്ലാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കെ പോയി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതൊന്ന് കുത്തി നോക്കാം. ഇത് ഫുള്ളായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മളെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുക്കറിലുള്ള ബാക്കി വന്ന ഓയിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്, അത് ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.